പാലക്കാട് തോൽവിയുടെ പേരിൽ ബി.ജെ.പിയിൽ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെതിരെ പടയൊരുക്കം. കെ സുരേന്ദ്രനെ കൈവിടുകയാണ് വി മുരളീധരനും. സംസ്ഥാന ബി.ജെ.പി നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി എൻ.ഡി.എ വൈസ് ചെയർമാൻ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ രംഗത്തെത്തി. പാലക്കാട് തിരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ ബി.ജെ.പിയിൽ കെ സുരേന്ദ്രൻ ഒറ്റപ്പെടുകയാണ്. വിശ്വസ്തനായ കെ സുരേന്ദ്രനെ വി മുരളീധരനും കൈവിട്ടു. തോൽവി സംബന്ധിച്ച ചോദ്യങ്ങൾ സംസ്ഥാന അധ്യക്ഷനോട് ചോദിക്കണമെന്ന് നിലപാടെടുത്ത് സുരേന്ദ്രനെതിരായ നീക്കങ്ങൾക്ക് നിശബ്ദ പിന്തുണ നൽകുകയാണ് വി മുരളീധരൻ. മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് ചുമതല ചൂണ്ടിക്കാട്ടി ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലും വി മുരളീധരൻ സജീവമായിരുന്നില്ല. പാലക്കാട്ടെ തോൽവിയെക്കുറിച്ചുള്ള ചോദ്യത്തിന് വി മുരളീധരന്റെ മറുപടി ഇതായിരുന്നു. കഴിഞ്ഞ 3 മാസമായിട്ട് പാർട്ടി എന്നെ ഏൽപ്പിച്ച ചുമതല മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങളായിരുന്നു. അതുകൊണ്ട് പാലക്കാടും ചേലക്കരയും വയനാട്ടിലുമൊക്കെ പ്രചരണത്തിന് പോയി എന്നുള്ളതിനപ്പുറത്ത് വിശദാംശങ്ങൾ എനിക്ക് അറിയില്ല. അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ സംസ്ഥാന പ്രസിഡന്റ് ഞാൻ മനസ്സിലാക്കുന്ന ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കുന്നത് നല്ലതായിരിക്കും. മഹാരാഷ്ട്രയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ അറിയാനുണ്ടോ? ഞാൻ പറഞ്ഞുതരാം. സ്ഥാനാർത്ഥി നിർണയം പാളിയെന്ന പൊതു അഭിപ്രായം ബി.ജെ.പിയിൽ ഉണ്ട്. പാർട്ടി ശക്തി കേന്ദ്രങ്ങളിൽ അടക്കം വോട്ട് ചോർച്ചയ്ക്ക് ഇത് കാരണമായി. സ്ഥാനാർത്ഥിയുടെ ഭാര്യ നഗരസഭയിൽ ഇടപെടുന്നെന്ന് വിമർശിക്കുന്ന കൗൺസിലർമാരും പ്രചാരണത്തിൽ സജീവമായിരുന്നില്ല. തെരഞ്ഞെടുപ്പ് ചുമതല ഉണ്ടായിരുന്ന വി മുരളീധരന്റെ വിശ്വസ്തൻ പി രഘുനാഥിന് ഏകോപനത്തിൽ വീഴ്ചയുണ്ടായെന്ന് കെ സുരേന്ദ്രനെ അനുകൂലിക്കുന്നവർ ചൂണ്ടിക്കാട്ടുന്നു. ശക്തി കേന്ദ്ര ചാർജ് ഉണ്ടായിരുന്ന ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ളവർ താഴെത്തട്ടിൽ പ്രവർത്തനത്തിന് എത്തിയില്ല. മുണ്ടക്കൈ ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട വി മുരളീധരന്റെ വിവാദ പരാമർശം അനവസരത്തിലുള്ളതാണെന്ന വിമർശനവും ഇവർ ഉയർത്തുന്നുണ്ട്. അതേസമയം തെരഞ്ഞെടുപ്പ് തോൽവി ചർച്ച ചെയ്യാൻ ചൊവ്വാഴ്ച കൊച്ചിയിൽ ബി.ജെ.പി നേതൃയോഗം ചേരും. ന്യൂസ് ഡെസ്ക് 24.